നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം. ഒരു വിറക് വെട്ടുകാരൻ്റെ കഥയാണ്. അയാൾ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കാട്ടിലേക്ക് പോയി വിറക് വെട്ടി അത് ശേഖരിച്ച് വീണ്ടും നാട്ടിലേക്ക് കൊണ്ടുവരിക, വിൽക്കുക. ആ പണം കൊണ്ട് അരിയൊക്കെ വാങ്ങിക്കുക, വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇയാളിങ്ങനെ കാട്ടിലേക്ക് വിറക് വെട്ടാൻ പോകും. ഒരു ദിവസം അയാളിങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് വിറക് വെട്ടാൻ പോയ വഴിക്ക് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മനുഷ്യനിരിക്കുന്നു. താടിയും മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. കണ്ടിട്ടൊരു സന്യാസി മാതിരിയൊക്കെ ഇരിപ്പുണ്ട്. അയാൾ ഈ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആ മനുഷ്യൻ ഈ വിറക് വെട്ടുകാരനോട് ചോദിച്ചു, ഹായ്, എന്തുണ്ട് വിശേഷം? അയാൾ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞു, വിശേഷമൊന്നുമില്ല. നിങ്ങളിപ്പോൾ എവിടെ പോവാ? അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ എല്ലാ ദിവസവും കാട്ടിൽ വന്ന് വിറക് വെട്ടി തിരിച്ചു കൊണ്ടുപോയി വിറ്റ് ജീവിക്കുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ സ്വാമിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ അയാളെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി. അയാളോട് ചോദിച്ചു, ഇപ്പം ജീവിക്കുന്നത് പോലെ അല്ലാതെ കുറച്ചും കൂടി നന്നായി ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളോട് ചോദിച്ചാലോ എന്നാ പറയൂ ഉത്തരം? ഉണ്ട്. എല്ലാ മനുഷ്യരും പറയുന്നുണ്ടെന്ന്. ആർക്കാ ഇപ്പം ജീവിക്കുന്നതിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ആ വിറവ് വെട്ടുകാരനായ മനുഷ്യനും പറഞ്ഞു, ആഗ്രഹമുണ്ട്. അപ്പോൾ സ്വാമി പറഞ്ഞതോ, അവിടെ ഒരു മരം നിൽക്കുന്നുണ്ടോ? ആ മരത്തിൻ്റെ ചൂട് പോയി ഒന്ന് കിളച്ചു നോക്കാൻ പറഞ്ഞു. ഇയാൾ ആ മരം കണ്ടു. ആ മരത്തിൻ്റെ ചുവട് പോയി ഇങ്ങനെ മണ്ണൊക്കെ മാറ്റി നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ വെള്ളിക്കട്ടികൾ കിടക്കുന്നു, സിൽവർ. അയാൾ അതെല്ലാം കൂടെ വാരിയെടുത്തു. അത് വാരിയെടുത്ത് നാട്ടിൽ കൊണ്ടുപോയി കുറേശ്ശെയായിട്ട് വിൽക്കാൻ തുടങ്ങി. അന്ന് ഇന്നത്തെ പോലെ ഈ സ്വർണ്ണക്കടത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ കുറേശ്ശെ വിൽക്കാം. അപ്പോൾ കുറേശ്ശെ വിറ്റപ്പം വിറക് വിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ കിട്ടത്തില്ലയോ വെള്ളി വിറ്റാൽ? അപ്പോൾ കുറച്ചുകൂടെ പൈസ കിട്ടി. അപ്പോൾ ഈ വിറക് വിറ്റുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ വീട് തേച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ വെള്ളി വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ വീടൊക്കെ തേച്ചു, വൈറ്റ് വാഷൊക്കെ ചെയ്തു, പൊട്ടിയ ഓടൊക്കെ മാറി, കുറച്ചൊക്കെ വൃത്തിയായി. കാശങ്ങ് തീർന്നു. അയാൾ പിന്നെയും പോയി കാട്ടിലോട്ട് കോടാലിയായിട്ട്. അയാൾ വീണ്ടും കാട്ടിലേക്ക് വിറക് വെട്ടാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഈ സന്യാസി അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാറ്റും വെയിലും മഞ്ഞും മഴയും ഒക്കെ കൊണ്ട് അതേ മരത്തിൻ്റെ ചൂട്ടി ഇരിപ്പുണ്ട്. അവിടെ ചെന്നപ്പോൾ വീണ്ടും സന്യാസി ചോദിച്ചു, ഹായ്, എന്തുണ്ട് വിശേഷം? അപ്പോൾ അയാൾ പറഞ്ഞു, വിശേഷമൊന്നുമില്ല. അപ്പോൾ വീണ്ടും സന്യാസി ചോദിച്ചു, ഇപ്പം ജീവിക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നാ പറയും? ഉണ്ട്. അയാൾ പറഞ്ഞു, ഉണ്ട്. അപ്പോൾ വീണ്ടും സന്യാസി പറഞ്ഞതേ, ഇപ്പുറത്തൊരു മരം നിൽക്കുന്നുണ്ടോ? അതിൻ്റെ ചൂടൻ കിളച്ചോളം പോകും. ഇയാൾ ഓടിപ്പോയി അതിൻ്റെ ചൂട് കിളച്ചു. അതിൻ്റെ ചൂട് കിളച്ചപ്പോൾ അയാൾക്ക് കുറച്ച് സ്വർണത്തിൻ്റെ കട്ടയൊക്കെ അവിടെ കിടക്കുന്നു, ബിസ്ക്കറ്റ് മാതിരി. അയാൾ അതും എടുത്തോണ്ട് പോയി. വെള്ളി വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ സ്വർണം വിറ്റാൽ കിട്ടും. അപ്പോൾ ഈ സ്വർണം വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ വീടിൻ്റെ വൈറ്റ് വാഷൊക്കെ മാറ്റി ഒരു നിലയും കൂടെ പണിതു. നല്ല മഞ്ഞ, പച്ച, നീല കളറൊക്കെ അടിച്ച് വീട് നല്ല രസമാക്കി. ഒരു മൊബൈൽ ഫോണും 2 സിം കാർഡും എല്ലാം ആയി. നമ്മുടെ വലിയ TV ഒക്കെ ഇല്ലേ, അതെല്ലാം വാങ്ങിച്ചു. കാശിഷ്ടം പോലെയുണ്ട്. ഉള്ള കാശ് മുഴുവൻ തീർന്നു. അയാൾ വീണ്ടും കാട്ടിലേക്ക് പോയി.
അയാൾ വീണ്ടും ഈ കോടാലിയുമായി കാട്ടിലേക്ക് ചെന്നപ്പോൾ ആ സന്യാസി വീണ്ടും അതേ മരത്തിന്റെ ചുവട്ടിൽ മഞ്ഞും വെയിലും കാറ്റും മഴയും കൊണ്ടിരിപ്പുണ്ട്. അപ്പോഴും ഇയാളോട് ചോദിച്ചു, ഇപ്പൊ ജീവിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? എന്താ പറയും? അയാൾക്കിനി ഒന്നും വേണ്ട, എല്ലാം ഉണ്ട്, കാറുണ്ട്, വീടുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എന്നാലും അയാൾ എന്നാ പറയും? ആഗ്രഹമുണ്ടെന്ന് പറയും. സ്വാമി പറഞ്ഞു, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ മരം ഉണ്ടല്ലോ, അതിൻ്റെ ചുവടൊന്ന് കളച്ചോളാൻ പറഞ്ഞു. സ്വാമി അങ്ങ് എഴുന്നേറ്റു. അയാൾ ആ മരത്തിൻ്റെ ചൂടിങ്ങനെ മാന്തി നോക്കിയപ്പോൾ നിറയെ ഡയമണ്ട്, വജ്രമില്ലേ, ഒരു കിഴിയുണ്ട്. അതും വാരി എടുത്തോണ്ട് അയാൾ പോയി. അയാൾ വീട്ടിൽ ചെന്ന് ഒരു ചക്രവർത്തിയെ പോലെ ജീവിക്കുകയാണ്. അയാൾക്കിനി ഒന്നിനും കുറവില്ല. അയാളുടെ ആയുഷ്കാലമായാലും അയാളുടെ മക്കളുടെ ആയുഷ്കാലത്ത് ജീവിക്കാനുള്ള പൈസ അയാളുടെ കയ്യിലായി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഉറക്കം വരുന്നില്ല. എന്ന കാര്യം എന്തറിയോ? ഇയാളിങ്ങനെ കിടക്കുമ്പം അങ്ങോട്ട് ചിന്തിക്കുവാണ്, എനിക്ക് ഇത്രയും സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തക്ക വിധം വെള്ളിയും സ്വർണവും വജ്രവും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നറിയാമായിരുന്ന ആ സ്വാമി എന്തുകൊണ്ടാണ് അതൊന്നും എടുക്കാതെ ഇപ്പോഴും ആ കാറ്റും മഴയും മഞ്ഞും വെയിലും കൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ ഇരിക്കുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു ആനന്ദം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ? ഉറക്കം പോയി. ശരിക്കും ഇങ്ങനെ ഉറക്കം പോയ സമയത്താണ് മോശ ഫറവോ രാജാവിന്റെ കൊട്ടാരം വിട്ടിറങ്ങിപ്പോയത്. ഇങ്ങനെ ഉറക്കം പോയ സമയത്താണ് സിദ്ധാർത്ഥകുമാരൻ തൻ്റെ അപ്പന്റെ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയി ബുദ്ധനായത്. കേട്ടിട്ടില്ലേ? അപ്പൊ ഇങ്ങനത്തെ ചില ഉറക്കം പോകലുണ്ട്. ഇയാളുടെ ഉറക്കം പോയി ഇയാളുടെ നേരെ ഈ സ്വാമിയുടെ അടുത്ത് ചെന്നു. ഇയാൾ നേരെ ഈ സ്വാമിയുടെ അടുത്തിട്ട് ചോദിച്ചു, സ്വാമി, എനിക്ക് ഈ സുഖാനുഭവങ്ങളൊക്കെ തരാൻ തക്ക വിധമുള്ള ഈ വിലപിടിച്ച വസ്തുക്കളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് ഇതൊന്നും എടുക്കാതെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ കാട്ടിൻ്റെ ഉള്ളിൽ? അപ്പോൾ അതിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് അങ്ങേക്ക് കിട്ടുന്നുണ്ടല്ലോ, അതെന്താണ്? സ്വാമി പറഞ്ഞു, അന്വേഷിപ്പീൻ, കണ്ടെത്തും. അയാൾ അന്വേഷണം തുടങ്ങി. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, കഥ കഴിഞ്ഞു. ഇനി നമ്മൾ അന്വേഷിക്കാൻ പോവുകയാണ്. ഈ ലോകത്തിലെ സുഖാനുഭവങ്ങൾ നമുക്ക് തരുന്നതിനപ്പുറത്തൊരാനന്ദം, ഒരനുഭൂതി മറ്റെന്തിൽ നിന്നെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? കുറെ കൂടി നിത്യമായത്, താൽക്കാലികമായതല്ല, നിത്യമായത്. ഈ കഥ പറഞ്ഞതിന് ശേഷം ഭാരതത്തിലെ ആചാര്യന്മാർ പറയുന്ന ഒരു സംഗതിയുണ്ട്. 18 വയസ്സാകുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളും അഭ്യസിച്ചിരിക്കേണ്ട ഒരു വിവേകമുണ്ട്. എന്താ വിവേകം എന്നറിയോ? നിത്യാനിത്യ വസ്തു വിവേകം. ഒന്ന് പറയാമോ? നിത്യ വസ്തു വിവേകം. അതൊന്ന് പിരിച്ചെഴുതിയാൽ നിത്യം, അനിത്യം. നിത്യം എന്ന് വെച്ചാൽ എറ്റേണൽ, എല്ലാ കാലത്തും, ഇന്നലെയും ഇന്നും നാളെയും നിലനിൽക്കുന്നത്. അനിത്യം എന്ന് പറഞ്ഞാൽ താൽക്കാലികം. ഇപ്പൊ നമ്മൾ വീട് വെച്ചു, അത് നിത്യമാണോ? അല്ല. നിങ്ങളുടെ അപ്പച്ചൻ വെച്ച വീട് നിങ്ങളുടെ അപ്പം പൊളിച്ചു പോണത്. ഇനി നിങ്ങൾ കാനഡയിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതും പൊളിച്ചു പണി. അപ്പൊ അത് ടെമ്പറല്ല, താൽക്കാലികം. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. കുറച്ച് കഴിഞ്ഞ് വണ്ടി മാറത്തില്ലേ? നിങ്ങളുടെ വീട്ടിൽ അപ്പ കാറൊക്കെ ഇടയ്ക്ക് മാറത്തില്ലേ? ബൈക്ക് മാറും, കാറ് മാറും. അത് ടെമ്പറല്ല. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അനിത്യമാണ്. മാറാത്തതാണ് നിത്യം. സ്നേഹം,
അത് ഇന്നലെ ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെ ഉണ്ട് ഇല്ലേ? അമ്മയ്ക്ക് ഇന്നലെ മാത്രമേ സ്നേഹം ഉള്ളായിരുന്നോ? ഇന്നും ഇല്ലേ സ്നേഹം? നാളെയും കാണത്തില്ലേ? ഉണ്ട്. അപ്പൊ സ്നേഹം, കരുണ, വിശ്വസ്തത, ആത്മാർത്ഥത, ഇങ്ങനെ പറയുന്ന സൽഗുണങ്ങളെല്ലാം നിത്യമാണ്. അപ്പൊ ഏതാണ് നിത്യം, ഏതാണ് അനിത്യം എന്ന് തിരിച്ചറിഞ്ഞ് നിത്യമായതിനോട് സന്ധി പുലർത്താനുള്ള വിവേകം, അതാണ് നിത്യാനിത്യ വസ്തു വിവേകം. ഒന്നാമത്തെ കഥ കഴിഞ്ഞു. അപ്പൊ ഇനി ഒന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കണ്ടേ? നോമ്പ് നിത്യമായ ചില അനുഭവങ്ങളെ, മൂല്യങ്ങളെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു വഴിയാണ്. എല്ലാ മനുഷ്യരും നോയമ്പെടുക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അറിയത്തില്ല, എല്ലാവർക്കും നോയമ്പുണ്ടോ ക്ലാസ്സിൽ? ഇല്ല. നമുക്കല്ലേ ഉള്ളൂ നോയമ്പ്. ഇപ്പം നമുക്കേ ഉള്ളൂ നോയമ്പ്. ചിലപ്പോൾ നമുക്ക് നോയമ്പില്ലാത്തപ്പോൾ വേറെ ചിലർക്ക് നോയമ്പില്ലേ? ഉണ്ട്. അപ്പൊ എല്ലാ മനുഷ്യരും നോയമ്പുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ നോയമ്പുകളൊക്കെ മനുഷ്യരെടുക്കുന്ന എന്തിനാണ്? സാധാരണ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലത്തിൽ നിന്ന് മാറി ഒരൽപ്പം വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ നമുക്ക് തരുന്ന ഒരു വഴിയാണ് നോയമ്പിന്റെ കാലം. അത് ഏതൊക്കെ വഴിയാണെന്നുള്ളതിൽ ഒന്നാമത്തേത്, ഈ നോയമ്പിന്റെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഈ അച്ഛന്മാര് നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയിൽ നീട്ടി വായിക്കുന്ന ഒരു സാധനമുണ്ട്. എന്തോ അത്? പ്രൊമിയോൻ ഇല്ലേ? നിന്ന് കാല് കഴിക്കത്തില്ലേ? ഇല്ല. ഇന്ന് അലക്സച്ചനൊക്കെ വായിച്ച 5 or 6 പേജ് ഉണ്ടായിരുന്നു. എത്ര നേരമാണ് നമ്മൾ നിൽക്കേണ്ടി വരുന്നല്ലേ? പക്ഷെ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ച് കേട്ടാൽ ചില കാര്യങ്ങൾ അതിനകത്ത് പറയും. ഇനി വരുന്ന തിങ്കളാഴ്ച രാവിലെ വായിക്കുന്ന ഒരു പ്രൊമിയോൻ സെതറ പ്രാർത്ഥനയുണ്ട്. ആ സെതറ പ്രാർത്ഥനയിൽ പറയുന്ന 4 വഴികൾ, 6 വഴി പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ 4 പറയുന്നുള്ളൂ. കാരണം ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞു 5 കഥയും 4 കാര്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നോയമ്പൊരു യാത്രയാണെന്ന് പറഞ്ഞു. ആ യാത്ര നമുക്ക് ഈ ലോകം തരുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആനന്ദത്തിന്റെ ഒരു അനുഭവം തരുമെന്നും പറഞ്ഞു. അതിലൊന്നാമത്തേത്, പ്രഭാതത്തിൽ അബ്രഹാം തൻ്റെ പുത്രനായ ഇസഹാക്കിനെ വിശ്വാസത്തോടെ നിനക്ക് ബലിയർപ്പിച്ചു. കർത്താവേ, ഈ പ്രഭാതത്തിൽ സത്യത്തോടും വിശ്വാസത്തോടും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നിനക്ക് തൃപ്തികരവും ജീവനുള്ളതുമായി ബലിയായി സമർപ്പിപ്പാൻ ഞങ്ങൾ യോഗ്യരാകണമേ. അബ്രഹാമിന്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാലോ. പ്രധാനമായിട്ട് അറിയാവുന്നത് എന്താണ്? അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ കഥയാണ്. ഏത് മലയിലാണ് കൊണ്ടുപോയെ? ഏത് മലയിലാണ് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയെ? മോറിയ മലയിലാണ്. അപ്പൊ ഈ മോറിയ മലയിലോട്ട് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ പോകുന്നു. അവിടെ ചെന്ന് വിറകൊക്കെ അടുക്കി വെക്കുന്നു. ഇസഹാക്കിനെ അതിൽ കയറ്റി കിടത്തുന്നു. അബ്രഹാം വാളെടുക്കുന്നു. വാളെടുത്ത് ഇസഹാക്കിനെ വെട്ടാൻ കൈ ഇങ്ങനെ ഉയർത്തുന്നു. അപ്പൊ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, അരുത്! സ്വർഗത്തിൽ നിന്ന്, ഞാനല്ല, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, അരുത്. കേട്ടോ? ഇങ്ങോട്ട് നോക്കി. അബ്രഹാം ഇസ്ഹാക്കിനെ വെട്ടാനായിട്ട് ഇങ്ങനെ വാൾ ഉയർത്തി പിടിച്ചു നിൽക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ശബ്ദം വരുന്നത്, വെട്ടരുത് അബ്രഹാമേ. നീ അരുത് അരുതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന അരുത് അബു, അരുത് ഇല്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അരുത് അബ്രഹാമേ, അരുത്. അബ്രഹാം വാളൊക്കെ താഴെ വെച്ചു. അപ്പൊ വശത്തൊരു ചെറിയ കുഞ്ഞാട്, അതിനെ അങ്ങ് ബലി കഴിച്ചോളാൻ പറയും. അപ്പൊ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളാരാണ്? ആരാ? ഇസഹാക്ക്. ആകെ ഒരു ഒറ്റ കൊച്ചേ ഉള്ളൂ, അതിനോട് ഭയങ്കര സ്നേഹമായിരിക്കത്തില്ലേ? അപ്പൊ ഇസഹാക്കിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുക എന്ന് പറയുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെയാണ്
എന്ത് ചെയ്യാൻ പോകുന്നേ? ബലി കഴിക്കാൻ പോകുന്നു. അപ്പൊ നോയമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് നോയമ്പ്. നിങ്ങൾക്ക് എന്തോ ഏറ്റവും പ്രിയപ്പെട്ടത് കഴിക്കാൻ? KFC ആണോ? പിന്നെന്തോ ഇഷ്ടം? എന്തോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചിക്കനാണ്? ബിരിയാണി? നോയമ്പ് വീട്ടിൽ ബിരിയാണി വെച്ച് തരുമോ? ഇല്ല. അതാ നോയമ്പ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് ബിരിയാണി കഴിക്കാൻ പറ്റുകയില്ല 50 ദിവസത്തേക്ക്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഉപവാസം. പിതാവാം ദൈവം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് വേണ്ടി സമ്മാനിച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉപവാസം. ആരുടെ ഉപവാസം? ദൈവത്തിന്റെ ഉപവാസം. ആർക്കു വേണ്ടി? മനുഷ്യന് വേണ്ടി. അപ്പൊ നമ്മൾ ഉപവസിക്കുന്ന ആർക്ക് വേണ്ടി ആയിരിക്കണം? നമ്മൾ ഉപവസിക്കുന്നത് ഇപ്പൊ മിക്കവാറുമൊക്കെ നമുക്ക് വേണ്ടിയാണ് അല്ലേ? നമ്മളിപ്പോ എൻ്റെ കർത്താവ് ഈ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചേക്കാം, പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടണം അല്ലേ? നമുക്ക് വേണ്ടി മാത്രം ഉപവസിക്കരുത് കേട്ടോ. അങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപവസിച്ച ഒരു അമ്മച്ചിയുണ്ട് വേദപുസ്തകത്തിൽ. ഇസബെൽ എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഇസബേൽ ആഹാബ് രാജാവിന്റെ ഭാര്യ. വേറൊരുത്തന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി ഉപവാസം പ്രഖ്യാപിച്ച മഹാത്മാവാണ്. നമുക്ക് അബ്രഹാം പിതാവിന്റെ കഥയിലേക്ക് വരാം. ഇവിടെ വർഗീസ് ഒറീസച്ചൻ വന്നിട്ടുണ്ട്. ആരാധനയുടെ ദൈവശാസ്ത്രത്തിൽ ഇപ്പോൾ മലങ്കര സഭയിൽ ഏറ്റവും അറിയാവുന്ന ഒരാളാണ് നമ്മുടെ അച്ഛൻ. അപ്പൊ അച്ഛൻ ഇരിക്കുമ്പോൾ ഞാനിത് പറയുന്നതിൽ ഒരു ചെറിയ അപാകത ഉണ്ടായിരിക്കും. എന്നാലും ഞാനങ്ങ് പറയുക ധൈര്യത്തോടെ. നിങ്ങളോട്, പിള്ളേരോടല്ലേ പറയുന്നത്. ഞാനിപ്പോൾ അവരെ ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ. അവരോട് ഞാൻ എത്രയോ നാളായിട്ട് പ്രസംഗിക്കുന്ന. നിങ്ങളെ എൻ്റെ കൈ കിട്ടിയത് ആദ്യമല്ലേ. ആരാധനയുടെ ദൈവശാസ്ത്രത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്ന കാലം വരെ ഈ ലോകത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മനുഷ്യനെ കുരുതി കൊടുക്കുന്നത് ഒരു പതിവായിരുന്നു. നരബലി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നും ചിലയിടത്തൊക്കെ അത് നമ്മൾ കാണുന്നുണ്ട്. കുരുതി ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ചിലയിടത്തൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്ന സംഭവം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി മനുഷ്യനെ ബലി കഴിക്കുന്ന ഒരു പതിവ് നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണം കാണാൻ. എന്നാൽ അബ്രഹാം പിതാവ് ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ ആ സംഭവത്തോടുകൂടി ആരാധനാ രീതി ശാസ്ത്രത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഇനി മനുഷ്യനെ ബലി കൊടുക്കേണ്ട, പിന്നെ ആരെ ബലി കൊടുത്താൽ മതി? ആടിനെ ബലി കൊടുത്താൽ മതി. മൃഗബലി. മനുഷ്യബലിയിൽ നിന്ന് മൃഗബലിയിലേക്ക് ഒരു പരിണാമം. അത് നമ്മുടെ യേശുതമ്പുരാനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ, യേശുതമ്പുരാന്റെ ദേവാലയ പ്രവേശനം എന്ന പെരുന്നാളിൽ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിൽ അറിയാം, യൗസേപ്പ് പിതാവും അമ്മ മറിയവും കൂടി യേശുതമ്പുരാനെ ബലി ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ എന്താ സമർപ്പിക്കുന്നത്? പകരമായിട്ട് 2 ചെറിയ ചങ്ങാലി പക്ഷി. ആട്ടിൻകുട്ടിയൊന്നും കൊടുക്കാനുള്ള പൈസ ആ യൗസേപ്പ് പിതാവിന് ഇല്ലെന്നേ. പരമദരിദ്രന്മാരെ യൗസേപ്പ് മറിയമും ഒക്കെ. അതുകൊണ്ടല്ലേ സത്രത്തിൽ മുറി കിട്ടാൻ. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഇച്ചിരി പൈസ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ടൂർ പോകുന്നതിന് മുമ്പേ അവിടെ സ്ഥലം ബുക്ക് ചെയ്യത്തില്ലേ, ഹോട്ടല്. യൗസേപ്പിനും മറിയത്തിനൊന്നും അത്രയും പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് സത്രത്തിൽ പോലും സ്ഥലം കിട്ടാൻ. അപ്പൊ അത്രയും പൈസ ഇല്ലാത്ത ആളുകൾ സമർപ്പിക്കുന്നതാണ് ഈ 2 ചങ്ങാലി പക്ഷി. ഇച്ചിരിയും കൂടെ ഒക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ, മറ്റേ ഈ മുത്തുക്കുട മെഴുകുതിരിക്കാല് സ്പോൺസർ ചെയ്യുന്നവരുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. കുറച്ചുകൂടെ സ്പോൺസർ ചെയ്യാൻ ശേഷിയുള്ള ഒരു ആട്ടിൻകുട്ടി, ഒരു നാസിക് ഡോളും പെരുന്നാൾ വരുമ്പോഴേ ഒരാട്ടിൻകുട്ടി, അന്ന് ഇന്നാണെങ്കിൽ ഒരു നാസിക് ഡോൾ ഇരിക്കട്ടെ, തൃശ്ശൂരിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാം.
കുറച്ചും കൂടെ കാശുള്ളവരാണെങ്കിലോ നല്ലൊരു മുട്ടൻ കാളക്കൂറ്റിനെ കൊണ്ടുവരാം. കാളയെ ബലി കഴിക്കുന്ന കാര്യമൊക്കെ ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും ഒക്കെ എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്, എങ്ങനെ അറക്കണ്ടെന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കാശ് കൊടുക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ 8 നോയമ്പിന് 8 ദിവസം 8 തിരുമേനിമാർ ഇരിക്കട്ടെ എന്ന് സ്പോൺസർ ചെയ്ത പോലെ. കുർബാനയല്ലല്ലോ പറഞ്ഞ ഇല്ലേ, വിലക്കെടുക്കുന്നത് പോലെയാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഇത് ഞാൻ അവരോടാ പറഞ്ഞ കേട്ടോ, നിങ്ങളോടല്ല. അപ്പോ നമ്മൾ എന്താ പറഞ്ഞ, അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കുന്ന കാലം വരെ മനുഷ്യനെ ബലി കൊടുക്കുന്നതാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് എന്ന് വിചാരിച്ചിരുന്ന ഒരു ലോകക്രമത്തിന് ഒരു മാറ്റമുണ്ടായി, മൃഗബലി. എന്നാൽ അത് ക്രിസ്തുവിലെത്തുമ്പോൾ മാറുന്നു. ക്രിസ്തുവിന്റെ കാലത്തെത്തുമ്പോൾ ക്രിസ്തുവിനെ സമർപ്പിക്കുന്നത് വരെ അതുണ്ട്. പക്ഷേ യേശു തമ്പുരാൻ നമ്മളോട് എന്താ പറഞ്ഞേ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പൊ എന്താ യേശുവിനെ ആരാധിക്കുക അല്ലെങ്കിൽ ദൈവാരാധനയ്ക്ക് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ച മാർഗം? തന്നെ തന്നെ ത്യജിക്കുക. മനുഷ്യബലി വേണ്ട, മൃഗബലി വേണ്ട, ആത്മബലി, സ്വയം സമർപ്പണം. തന്നെ തന്നെ ഉപേക്ഷിക്കുക, തന്നിഷ്ടങ്ങളെ ഉപേക്ഷിക്കുക, തൻകാര്യങ്ങളെ ഉപേക്ഷിക്കുക. അതാ ഉപവാസം. അബ്രഹാം ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നു, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ കഥ പറഞ്ഞ് നമുക്ക് ഈ കാര്യം അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കഥ ഒരു ഗുരുവിൻ്റെയും ശിഷ്യന്റെയും കഥയാണ്. ഗുരുവും ശിഷ്യനും മാത്രമേ ഉള്ള ആശ്രമത്തിൽ. അപ്പൊ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ശിഷ്യൻ പാല് വാങ്ങിക്കാൻ പോകും. പാല് വാങ്ങിക്കാൻ അവരിങ്ങനെ താമസിക്കുന്ന സ്ഥലത്ത് വലിയ ആൾക്കാരൊന്നുമില്ല. അപ്പൊ അക്കരയ്ക്ക് പോകണം, ഒരു പുഴയുടെ തീരത്താണ് ഇവർ താമസിക്കുന്നത്. പുഴയുടെ അക്കരയ്ക്ക് പോകണം പാല് വാങ്ങിക്കാനായിട്ട്. അപ്പൊ എല്ലാ ദിവസവും ചെങ്ങാടത്തേലാണ്, ചെറിയൊരു ചെങ്ങാടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ അതേലാണ് ഈ ശിഷ്യൻ അക്കരയ്ക്ക് പോകുന്നത്. അന്ന് രാവിലെ ഗുരു നോക്കിയപ്പോൾ ശിഷ്യൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പാല് വാങ്ങിക്കാൻ ഒരു പോക്ക് പോവുക. അവൻ നേരെ വെള്ളത്തിന്റെ മേളിൽ കൂടെ അങ്ങ് പോവുക. ചെങ്ങാടം എടുത്തില്ല, മറന്നുപോയി. വെള്ളത്തിന്റെ മേളിൽ കൂടെ നടന്നു പോവാ. നീ അങ്ങനെ പോകാൻ പറ്റുമോ? സാധാരണ പറ്റത്തില്ല. ഇവൻ നേരെ വെള്ളത്തിന്റെ മേളിൽ കൂടെ അങ്ങ് പോവാ. ഗുരുവിന് വലിയ അതിശയം, ഞാൻ ഇവനെ ഈ മന്ത്രം പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇവനെ ഈ വെള്ളത്തിന്റെ മേളിൽ കൂടെ പോകാനുള്ള മന്ത്രം ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇവൻ ഏതാണ്ട് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടാ പോകുന്നത്. മന്ത്രിക്കുന്ന ആ മന്ത്രം ഉരുവിട്ട് ഇങ്ങനെ പോവാണ്. ഗുരു ഓടി പുറകെ ചെന്ന് ഒരു മരത്തിന്റെ പുറകിലിരുന്ന് ഇവൻ എന്താ ഉരുവിടുന്നെന്ന് കേൾക്കുക. ഇവൻ ഗുരുവിൻ്റെ പേരാണ് പറയുന്നത്. ഗുരുനാമം ഇങ്ങനെ ജപിച്ചുകൊണ്ട്. ഗുരുഭക്തി നമ്മളെ അപാരമായ കാര്യങ്ങൾ ചെയ്യിക്കും, അസാധ്യമായ കാര്യങ്ങൾ ചെയ്യിക്കും. അപ്പൊ ഇങ്ങനെ ഗുരുവിൻ്റെ പേര് പറഞ്ഞ് ഓ ഗുരുവേ നമ ഗുരുവേ നമ ഇങ്ങനെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ പോവാണ്. ഇവൻ അക്കരെ ചെന്നു. ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോൾ ഗുരുവിനൊരു കൗതുകം, എൻ്റെ പേരിന് ഇത്രയും പവറുണ്ടോ ഒന്ന് പരിശോധിക്കണമല്ലോ. ഗുരുപതിയെ വെള്ളത്തിൻ്റെ അങ്ങോട്ട് ചെന്നു. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ഏത് കാലം മുന്നോട്ട് വയ്ക്കുന്നേ? ആ വലത്തെ കാലം. ഏത് കാലം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ആ വലത്തെ കാലം അങ്ങോട്ട് വെച്ചോ. ഇനി ഗുരു വലത്തെ കാല് വെള്ളത്തിലേക്ക് വെച്ചു. എന്താ മന്ത്രം? എന്തുവാ? ഗുരുവിൻ്റെ പേരാണ്. അപ്പൊ ഗുരു നോക്കിയപ്പോ സ്വന്തം പേര് പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട, ഞാനെന്ന് പറഞ്ഞ പോരെ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഞാൻ ഇല്ലേ, നിന്റെ പേരെന്തുവാ? പേരില്ലേ? പേരെന്തുവാ? ഈ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ആർക്കും പേരില്ലേ? പാമ്പാടി രാജന് വരെ പേരുണ്ട്, പിന്നെ നിങ്ങൾക്ക് പേരില്ല. ആ നോയൽ. അപ്പൊ നോയൽ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ നോയൽ പറയുമോ? നോയൽ ഇറങ്ങുന്നു ഇല്ല, ഞാൻ ഇറങ്ങുന്നല്ലേ പറയുള്ളൂ.
അപ്പൊ ഈ ഗുരു അത് തന്നെയാണ്. ഗുരു വിചാരിച്ചു, ഞാനെന്തിനാ എൻ്റെ പേര് പറയുന്നത്? ഞാൻ 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 എന്ന് പറഞ്ഞ് പയ്യെ വെള്ളത്തിലോട്ടിറങ്ങി. ഈ ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് വെള്ളത്തിലിറങ്ങിയാൽ മുങ്ങിപ്പോവും. കരയെ പോയാൽ മുങ്ങിപ്പോവും, പിന്നെ വെള്ളത്തിൽ. കരയെ കൂടെ ഞാൻ 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 എന്ന് പറഞ്ഞ് കിടന്ന എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി, അപ്പോഴാണ് പിന്നെ വെള്ളത്തിലെ കാര്യം. ഈ ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണമിഹ. ആരുടെ പാട്ടാന്നറിയോ? അറിയോ? എഴുത്തച്ഛൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ അത്? ആ എഴുത്തച്ഛൻ എഴുതിയ പാട്ടാണ് ഞാൻ എന്ന ഭാവം ഇത് തോന്നായിക വേണമിഹ. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു പാട്ട് ഞാൻ പാടിത്തരാം. ഞാനും ഞാനും എൻ്റെ ആളും. എത്ര പേരാ? 40 പേരാ. ഇത് നമുക്കറിയാം, ഞാനും ഞാനും എൻ്റെ ആളും, അത്രയും മതി. പക്ഷെ മറ്റേതിനകത്ത് പറയുന്നത് എന്തുവാ? ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണമിഹ. ഇതാണ് ഉപവാസം. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിനും മനുഷ്യനും വേണ്ടി ജീവിക്കുന്ന മക്കളായി തീരുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. നമുക്ക് പ്രമേയം ഒന്നുകൂടെ വായിക്കാം. പ്രഭാതത്തിൽ യോന തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ നിന്റെ ആലയം കാണുന്നതിന് അപേക്ഷിച്ചു. പ്രഭാതത്തിൽ നിന്റെ ആലയത്തിൽ ഞങ്ങളുടെ അപേക്ഷാ ശബ്ദം കേൾക്കപ്പെടുകയും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയും ഞങ്ങളുടെ അപേക്ഷാധൂപം നിന്റെ തൃപ്തിക്കും കരുണയുടെ പരിമളവാസനയ്ക്കുമായി കരേറ്റുകയും ചെയ്യുമാറാകണമേ. ആരുടെ കാര്യമാണ് പറയാൻ പോകുന്നേ? യോന. ആദ്യം അബ്രാമിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് നമ്മൾ യോനായുടെ കാര്യമാണ് പറയുന്നത്. അബ്രഹാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഉപവാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. യോനായുടെ കാര്യം പറയുമ്പോൾ വേദപുസ്തക വായനയെക്കുറിച്ചാണ് പറയുന്നത്. വേദധ്യാനം. യോന വലിയ പ്രസംഗകനായിരുന്നു. യഹൂദമതത്തിലെ വലിയൊരു പ്രവാചകനായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ വാക്ക് ജനങ്ങളോട് സംസാരിക്കുന്ന ആളാണ് യോന പ്രവാചകൻ. ആ യോന വലിയ പ്രസംഗകനായതുകൊണ്ടാണ് യോനായെ ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രത്യേക ദൗത്യത്തിന് നിനിവക്കാരെ മാനസാന്തരപ്പെടുത്താൻ അയക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ യോനായ്ക്ക് ഒരു ചെറിയ പ്രശ്നം. യഹോവയായ ദൈവം യോനയോട് നിനിവേ ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അയാൾ എങ്ങോട്ടാ പോയേ? എവിടെ പോയി? തർസീസ്. ഉറക്കെന്ന് പറഞ്ഞേ. തർസീസ്. അപ്പൊ നിനിവയിലേക്ക് യോനയോട് പോകാൻ പറഞ്ഞപ്പോ യോന തർസീസിലേക്ക് പോയി. ദൈവം പറഞ്ഞ വചനം യോന കേട്ടില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? പ്രസംഗിക്കുന്നവൻ ദൈവവചനം കേട്ട് അതനുസരിച്ച് ജീവിച്ച് ദൈവവചനം ദൈവത്തോട് സംസാരിക്കേണ്ടവൻ ദൈവവചനം കേട്ടില്ല. അതൊരു വലിയ കുറ്റമല്ലേ? ഇപ്പം ഇവിടെ നമ്മൾ പ്രസംഗിക്കുക, ഞാൻ ഭയങ്കര പ്രസംഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും മരിക്കുമല്ലോ അല്ലേ? മരിക്കത്തില്ലേ? നമ്മളെല്ലാം മരിക്കും. അപ്പം നമ്മളെല്ലാം മരിച്ചിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവം വിളിക്കും, സേവരീസ് മെത്രാച്ച ഇനി വന്നേ. അപ്പം നമ്മൾ വലിയ മെത്രാച്ചനാണല്ലോ, ഇങ്ങനെ അങ്ങ് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ പാമ്പാടി കൺവെൻഷൻ്റെ പ്രസംഗം ഒന്നുകൂടെ ഒന്ന് കേട്ടെ. പാമ്പാടി കൺവെൻഷൻ എന്തോ പ്രസംഗിച്ചേ? 5 കഥയും 4 കാര്യം. അതിലെ രണ്ടാമത്തെ കാര്യം എന്തുവായിരുന്നു? യോനയുടെ കാര്യം. എന്തോ പറഞ്ഞേ? ദൈവവചനം കേട്ട് അനുസരിക്കേണ്ട യോന ദൈവവചനം കേട്ട് അനുസരിച്ചില്ല. അപ്പൊ എന്നോട് ചോദിക്കും, മെത്രാച്ചോ ദൈവവചനം കേട്ടതൊക്കെ അനുസരിക്കുന്നുണ്ടായിരുന്നോ? പ്രസംഗിക്കുന്ന മാത്രമേ ഉള്ളായിരുന്നോ? പറയുന്നത് വല്ലതും ജീവിതത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നോ? ചോദിക്കത്തില്ലേ? ചോദിക്കും. അത് കഴിഞ്ഞ് നിങ്ങളോട് ചോദിക്കും,
ആ മെത്രാച്ചൻ പ്രസംഗിച്ചത് കേട്ടായിരുന്നോ? അപ്പൊ നിങ്ങളെല്ലാം പറയും കേട്ടു. അപ്പൊ നിങ്ങളോടും ചോദിക്കും, അനുസരിച്ചായിരുന്നോ? വേദപുസ്തകം വായിക്കണമെന്ന് പറഞ്ഞത് അനുസരിച്ചായിരുന്നോ? അപ്പൊ നിങ്ങൾ ചിലർ പറയും അനുസരിച്ചു, ചിലർ പറയും അനുസരിച്ചില്ല. നിങ്ങൾക്ക് 8 അടി കിട്ടുമ്പോൾ എനിക്ക് 16 അടി കിട്ടും. എന്നാ കാര്യം? പ്രസംഗിച്ചവൻ പ്രസംഗിച്ചത് ചെയ്തില്ല. നമ്മുടെ ഈവാനിയോസ് തിരുമേനി എപ്പോഴും പറയുമായിരുന്നു, തിന്മയ്ക്കെതിരെ നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. പള്ളിയിൽ ധൂർത്തും ആഡംബരവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കുറ്റക്കാരാകുമെന്ന് വൈദികരായ ഞങ്ങളോട് എപ്പോഴും പറഞ്ഞിരുന്ന സംഗതിയാണ്. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ കുറ്റം അവർക്കിരിക്കും, പറഞ്ഞില്ലെങ്കിൽ കുറ്റം നമുക്കിരിക്കും. ഇവിടെ യോനാ പ്രവാചകൻ പ്രസംഗം പറയുന്ന ആൾ ദൈവത്തിൻ്റെ വചനം കേട്ടില്ല. യാക്കോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ അധികം പേർ ഉപദേഷ്ടാക്കന്മാരാകരുത്, കാരണം ഉപദേശിക്കുന്നവർക്ക് കൂടുതൽ കർശനമായ ന്യായവിധിയുണ്ട്. ഈ യോന എന്നെ ദൈവവചനം അനുസരിക്കാതിൻ്റെ കാരണം 2 കാരണമുണ്ട്. നമുക്ക് പെട്ടെന്ന് പറയാം കേട്ടോ. 7:40, ഇനി 20 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി 3 കഥ പറയാനുണ്ട്. 2 കാര്യമുണ്ട്. യോന എന്നെ ദൈവവചനം അനുസരിക്കാതിരുന്നേ? 1, നമ്മളെപ്പോലെ തന്നെ അയാൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു. നമുക്ക് ആ വേദപുസ്തകത്തിൽ അങ്ങനെയൊന്നും കിട്ടത്തില്ല. പക്ഷെ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചു തരുമ്പം പറയും, യോന മറ്റേതൊരു മനുഷ്യനെയും പോലെ ദൈവം സൃഷ്ടിച്ച ആദാമിനെ പോലെ തന്നെ വിവേചന ബുദ്ധിയുള്ള, നന്മയേത് തിന്മയേതെന്ന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള, യുക്തിബോധമുള്ള ഒരു റാഷണൽ ബീയിങ് ആണ് യോന. എന്നാൽ തൻ്റെ യുക്തി കൊണ്ട് ചിന്തിച്ച് അയാൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് തന്നെ യുക്തിഹീനമെന്ന്, ഇറാഷണൽ ബീയിങ് എന്ന് നമ്മൾ വിചാരിക്കുന്ന മറ്റു പലതിനെയും കൊണ്ട് ദൈവം അയാളെ പാഠം പഠിപ്പിച്ചു. യോനയുടെ പുസ്തകം വായിച്ചു നോക്കിയേ. ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ആ കാറ്റ് കടലിൽ ചെന്നപ്പോൾ കൊടുങ്കാറ്റായി. ദൈവം ഒരു ചെറിയ ആവണക്കിനെ മുളപ്പിച്ചു. ദൈവം സൂര്യനെ ജ്വലിപ്പിച്ചു. ദൈവം ഒരു ഇളം പുഴുവിനെ അയച്ചു. ആവണ കുണങ്ങിപ്പോയി. ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റയപ്പിച്ചു. ഇതിനിടയ്ക്ക് ദൈവം ഒരു വലിയ മത്സ്യത്തെ അയച്ചു, യോനയെ വിഴുങ്ങാനും ഛർദിക്കാനും. ഈ പറയുന്ന സൂര്യൻ മുതൽ, സൂര്യൻ, കാറ്റ്, കൊടുങ്കാറ്റ്, ഇളം ചെടി, ചെറുപുഴു, ഇതെല്ലാം നമ്മുടെ ദൃഷ്ടിയിൽ ഇറാഷണൽ ബീയിങ്സ് അല്ലേ? മനുഷ്യനെ പോലെയാണോ? അല്ല, മനുഷ്യനെ പോലെയല്ല. ഇതെല്ലാം ഇറാഷണൽ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ സങ്കീർത്തനത്തിൽ പറയുന്നു, അവന്റെ വചനമനുസരിക്കുന്ന കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ. ദൈവത്തിന്റെ വചനമനുസരിക്കുന്ന കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ. ദൈവത്തിന്റെ വചനമനുസരിക്കാത്ത മനുഷ്യൻ, അവനെ തിരുത്താൻ ദൈവം ഈ യുക്തിഹീനമെന്ന് കരുതുന്ന പലതിനെയും ഉപയോഗിച്ചതായി യോനയുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നു. രണ്ടാമത് യോന ഇതനുസരിക്കാഞ്ഞതിന്റെ കാരണം ആ പുസ്തകത്തിൽ തന്നെയുണ്ട്. എന്താ? യോന പറയാണ്, അല്ലേലും എനിക്കറിയായിരുന്നു ഇവന്മാര് മാനസാന്തരപ്പെടുമെന്നും എൻ്റെ വാക്ക് വെറുതെയാകും, എൻ്റെ വാക്ക് വെറുതെയാകും. അയാളുടെ ദുരഭിമാനം. ഇപ്പൊ നമ്മൾ യുക്തി വിചാരം കൊണ്ട് ദൈവമുണ്ടോ, പള്ളി വേണോ, ആരാധന വേണോ, പ്രാർത്ഥന ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തെ പോലും നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏത് തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇപ്പൊ അറിവ് കൂടിയത് കൊണ്ട് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ദൈവം നമ്മൾ യുക്തിഹീനമെന്ന് വിചാരിക്കുന്ന പലതിനെയും കൊണ്ട് നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ഫെയ്ത്ത്
is not irrational. Faith is beyond rational. യുക്തിക്ക് അതീതമാണ് വിശ്വാസം. യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ അബ്രഹാം തൻ്റെ വീടും വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് ഇറങ്ങിപ്പോണോ ഒരു സ്വപ്നത്തിന്റെ പിന്നാലെ? നിങ്ങളാരെങ്കിലും അങ്ങനെ പോവോ? വിസയും പാസ്പോർട്ടും ഇല്ലാതെ ഇതുവരെ കാണാത്ത ജർമ്മനിയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോവോ? പോകത്തില്ല. പോണെങ്കിൽ ജർമ്മൻ ഭാഷയെങ്കിലും പഠിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അബ്രഹാം ഒരു സ്വപ്നത്തിന്റെ പിന്നാലെ പോയ ആളാണ്. അതാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ബിയോണ്ട് റാഷണൽ. യുക്തിക്ക് അതീതമാണ് വിശ്വാസം. അപ്പൊ യോന പ്രവാചകന്റെ അടയാളമല്ലാതെ ഈ തലമുറയ്ക്ക് മറ്റൊരടയാളം ലഭിക്കുകയില്ല എന്ന് യേശു തമ്പുരാൻ പറയുന്ന ഒരു ഭാഗം സുവിശേഷത്തിലുണ്ട്. ആ അടയാളത്തെക്കുറിച്ച് യേശു തമ്പുരാൻ പറയുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ കാണാൻ ഇത്തിരി ദൂരെ മാറി നിൽക്കുകയാണ്. അപ്പൊ ആരാണ്ട് വന്ന് പറഞ്ഞു, അതെ, നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ വന്നിരിക്കുന്നു. അപ്പൊ യേശു എന്താ പറഞ്ഞേ? ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. നിങ്ങളെയൊക്കെ മാമോദീസ മുക്കിയപ്പോ അച്ഛന്മാർ അവസാനം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒരു വാക്ക് പറയുന്നുണ്ട്: ക്രിസ്തുവിന് സഹോദരനും സഹോദരിയുമായി. അപ്പൊ നമ്മുടെ ബ്രദറും ആണ് ക്രിസ്തു കേട്ടോ. ക്രിസ്തുവിന് സഹോദരനും സഹോദരിയുമായി. നമ്മുടെ ചാർച്ചക്കാരനാണ്. ആ ചാർച്ച തുടരണമെങ്കിൽ, ആ സാഹോദര്യ ബന്ധം തുടരണമെങ്കിൽ വചനത്തിൽ അധിഷ്ഠിതമായ, വചനമനുസരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. അതിനോട് ചേർത്താണ് യോനയെ കുറിച്ച് പറയുന്നത്. ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കാതിരുന്ന യോനയും ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച നിനുവ ഈ തലമുറയോടുകൂടി എഴുന്നേറ്റ് ഇതിന് ന്യായം വിധിക്കും. കാരണം അവർ ദൈവത്തിന്റെ വചനം അനുസരിച്ചവരാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തത്? നമുക്കിനി ഒരു കഥ പറയാറായില്ലേ? മൂന്നാമത്തെ കഥ. എൻ്റെ വീട്ടിലെ ഒരു ചെറുക്കനുണ്ട്, ചേട്ടൻ്റെ മോൻ. നീ പ്രസംഗം കേട്ടിട്ട് അവൻ എന്നെ വഴക്ക് പറയുമോയെന്ന് അറിയത്തില്ല. അവൻ കൊച്ചായിരുന്നപ്പോഴത്തെ കഥയാണ് കേട്ടോ. അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരും. അവൻ കൊച്ചായിരുന്ന സമയത്ത് ഇതുപോലെ ഒരു ടീപ്പോയിൽ ഒരു പൂപ്പാത്രം ഇരിപ്പുണ്ടായിരുന്നു, ഒരു ഫ്ലവർ വേസ്. അവൻ ഈ 50 പൈസയാക്കിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഫ്ലവർ വേസിനകത്തോട്ട് 50 പൈസ അങ്ങ് പോയി. അപ്പോൾ അവൻ എങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഈ സാധനം കിട്ടുന്നില്ല. അവസാനം അവൻ ഒരു എളുപ്പവഴി കാണിച്ചു. ഇതെന്നറിയോ? പതിയെ ഈ ഫ്ലവർ വേസ് തട്ടി താഴോട്ട് കിട്ടു. ഫ്ലവർ വേസ് പൊട്ടി, പൈസയും കിട്ടി. ചില്ലറ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ വിലപിടിപ്പുള്ള പലതിനെയും മാറ്റിവെക്കും. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് റീൽസ് കാണുന്നതല്ലേ? ഇല്ലേ? നമുക്കിങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ നല്ലത്. അതുകൊണ്ട് ഞാനിപ്പോൾ പ്രസംഗമൊക്കെ റീൽസ് ആക്കി. കാരണം നിങ്ങളെ പിടിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഈ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് താല്പര്യം. നമ്മൾ റീൽസ് കാണാൻ എടുക്കുന്ന സമയത്തിന്റെ 10-1 വേദപുസ്തകം വായിക്കാൻ എടുക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്ന ഒരു കൈ പൊക്കിക്കേ. ഞാൻ ചോദിച്ചില്ല, ചോദിക്കാൻ വന്നതേ ഉള്ളൂ. കാരണം കുറച്ചുപേരെ സങ്കടപ്പെടുത്തുന്ന ശരിയല്ലല്ലോ. എല്ലാ ദിവസവും അമ്മയുടെയോ അപ്പൻ്റെയോ മൊബൈൽ ഫോൺ എടുത്ത് റീൽസ് കാണുന്ന ഒരു കൈ പൊക്കിക്കേ. ഗെയിം കളിക്കുന്ന ഒരു കൈ പൊക്കിക്കേ. കള്ളം പറയരുത്, അപ്പനും അമ്മയും എല്ലാം പുറകെ ഇരിപ്പുണ്ട്. ഉണ്ടോ? അപ്പൊ വേദപുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ഈ ഫോണിനകത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ അപ്പനും അപ്പാപ്പന്മാർക്കും ഒക്കെ ഇത് തന്നെ പണി. വേദപുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവന് കാര്യം മനസ്സിലായി, ഇത് തന്നെയാണ് പണി. അപ്പൊ ഈ വേദപുസ്തകം
വചനാനുസൃതമുള്ള ഒരു ജീവിതം നമുക്ക് അസാധ്യമാവുന്ന തരത്തിൽ സുവിശേഷത്തിന് പകരം ദുർവിശേഷങ്ങൾ നമ്മളുടെ ചുറ്റും നമ്മളെ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കാലത്ത് ഈ തലമുറയെ സംരക്ഷിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, വേദപുസ്തകം വായിക്കുന്ന ഒരു തലമുറ ഉണ്ടാവണം, ഒരു മുതിർന്ന തലമുറ ഉണ്ടാവണം. ഈ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന വിധം വേദപുസ്തകം വായിക്കുന്ന, അവർ വായിക്കുന്നത് കൊച്ചുനാൾ മുതൽ കേട്ടവരെ തിരുത്തുന്ന മാതാപിതാക്കളുടെ ഒരു തലമുറ ഉണ്ടാവണം. ഈ ദുർവിശേഷങ്ങൾക്കിടയിൽ സുവിശേഷപരമായ ഒരു ജീവിതം സാധ്യമാകണമെങ്കിൽ. മൂന്നാമത് ഇതിൽ പരാമർശിക്കുന്ന പ്രാർത്ഥന, പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ലോത്ത് സോദോമിൽ നിന്ന് പുറപ്പെടുകയും അഗ്നിയിൽ നിന്നും ഗന്ധകത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ദഹിപ്പിക്കുന്ന നിന്ദ്യമായ മോഹാഗ്നിയിൽ നിന്ന് ഞങ്ങളും രക്ഷപ്പെടണമേ. അനുതാപത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോത്തിന്റെ കഥയാണ്. നിങ്ങൾക്കറിയാം, സമയക്കുറവ് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പോവുകയാണ്. ലോത്ത് തിരിഞ്ഞു നോക്കാതെ ഓടിയ ആളാണ്. ലോത്തിന്റെ കൂടെ ഓട്ടം തുടങ്ങിയ ഒരാൾ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പോയ ആളാണ്. ആരാണ്? ആ ലോത്തിന്റെ ഭാര്യ. ലോത്തിന്റെ ഭാര്യയുടെ പേരറിയോ? എനിക്കും അറിയത്തില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്ന ആൾക്കാരാണ് ഞങ്ങളൊന്നും, കേട്ടോ. ലോത്തിന്റെ ഭാര്യയുടെ പേര് എനിക്കും അറിയത്തില്ല, ചുമ്മാ അങ്ങ് ചോദിച്ചെന്നുള്ളത്. തിരിഞ്ഞു നോക്കാതെ ഓടണം. നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിക്കാൻ ഒരു ഹോംവർക്ക് ഞാൻ തരികയാണ്. ഫിലിപ്പി ലേഖനം പറഞ്ഞേ, പേനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞേ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 7 മുതൽ 14 വരെ വീട്ടിൽ പോയി വായിക്കുവോ? വായിച്ചിട്ട് എന്നെ വിളിച്ച് പറയുവോ? നമ്പരില്ല, അച്ഛന്മാരോട് ചോദിച്ചാൽ തരും. വീട്ടിൽ പോയി വായിക്കണം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 7 മുതൽ 14 വരെ. എങ്ങനെയാണ്, എന്തിൽ നിന്നാണ് തിരിഞ്ഞു നോക്കാതെ ഓടേണ്ടത് എന്ന് കൃത്യമായി അവിടെ പറയുന്നുണ്ട്. അത് കാണാപ്പാഠം പഠിക്കണം. പയ്യെ പയ്യെ ഓരോ വാക്യമായി വളർന്നു വരുന്തോറും മനപ്പാഠം പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും മുറുകെ പറ്റുന്ന പാപത്തെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനെ പ്രതി സകലവും നിസ്സാരമെന്നെണ്ണി ഓടാനുള്ള ഒരു വലിയ ആർജവം നമുക്ക് ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. നമുക്ക് അതിനോട് ചേർത്ത് ഒരു കഥ അങ്ങ് പറയാം. 7:51 എത്രാമത്തെ കഥ ഇനി പറയാൻ പോകുന്നത്? 4-ാമത്തെ. എത്ര കഥയുണ്ട്? 5. ഈ മുറുകെ പറ്റുന്ന പാപം, തെറ്റ്, തിന്മ ഇതൊക്കെ വിട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ നീതി, സത്യം ഇതിലേക്ക് ഓടണമെങ്കിൽ നമുക്ക് നല്ല ഉൾക്കരുത്ത് വേണം. പക്ഷെ നമ്മൾ പലപ്പോഴും ഓടും, പിന്നെയും വീഴും, ഓടും. അത് സാധാരണ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. വീഴും, എഴുന്നേൽക്കും, നടക്കാൻ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഈ നസറുദ്ദീൻ മുല്ല കേട്ടിട്ടുണ്ടോ? ഹോജ കേട്ടിട്ടില്ലല്ലേ? അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പരിചയമുള്ള 2 പേരുടെ പേര് പറഞ്ഞു. നിങ്ങൾക്ക് പരിചയമുള്ള 2 പേരുടെ പേര് പറഞ്ഞു. ഛോട്ടാ ഭീം പരിചയമുള്ളതാണോ? പരിചയമുള്ള. അങ്ങനെ 2-3 പേരുടെ പേര് പറയാനാ പറഞ്ഞു. ഞങ്ങൾക്ക് പരിചയമുള്ള നമ്മുടെ കുട്ടൂസിനും ഡാഗിനിയും മറ്റേ ലുട്ടാപ്പിയൊക്കെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാരാണെന്ന് ചോദിച്ചാൽ ഡോറ ഇല്ലേ? ഡോറ. ഡോറ ഉണ്ട്. നിങ്ങൾ മറന്നുപോയതൊക്കെ. ഈ പാർട്ടികളുടെ പോലെ ഒരു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ആശാനാണ് ഹോജ. ഇയാൾക്ക് 2 സോക്സേ ഉള്ളൂ. ഇയാൾ ഈ സോക്സ് ഇട്ടുകൊണ്ട് 1 വർഷമൊക്കെ അങ്ങ് നടക്കും. നിങ്ങളൊന്ന് ഓർത്തു പോയിക്കുക, എന്തോ ഒരു നാറ്റമായിരിക്കും അല്ലേ? അവസാനം കൂട്ടുകാര് ഇയാളോട് പറഞ്ഞു, എൻ്റെ പൊന്നു ഹോജ, ഈ സോക്സ് ഒന്ന് മാറ്, ഭയങ്കര മണമാണ്, നീ വരുമ്പോൾ തന്നെ ഒരു രക്ഷയിൽ ഈ സോക്സ് ഒന്ന് മാറ്. ഹോജ പറഞ്ഞു, ഞാൻ മാറാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി
തിരിച്ചു വരുക. തിരിച്ചു വന്നപ്പോൾ കാലേ നോക്കിയപ്പോൾ പുതിയ സോക്സാണ് കിടക്കുന്നത്. പക്ഷെ ആ മണം മാറിയിട്ടില്ല. അപ്പൊ കൂട്ടുകാർ പിന്നെയും പറഞ്ഞു, എടാ മണം ഉണ്ടല്ലോ, നീ പുതിയ സോക്സ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഹോജ പറഞ്ഞു, ഞാൻ സോക്സ് മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ പഴയ സോക്സ് എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ പലരുടെയും കാര്യം. പഴയത് പലതും പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കാനായിട്ട്. നാലാമത്തെ കാര്യം പ്രമേയം പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. പ്രഭാതത്തിൽ രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കരേറ്റി അവന്റെ വൈരികളെ മൃഗങ്ങൾക്ക് ആഹാരമായി ഇട്ടുകൊടുത്തു. കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങളെ പാപത്തിന്റെ ആഴത്തിൽ നിന്നും അഗാധ പാതാളത്തിൽ നിന്നും കരേറ്റണമേ. ദാനിയേൽ, ആ പേര് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ദാനിയേലിനെയും കൂട്ടുകാരെയും പിടിച്ചുകൊണ്ടുപോയ രാജാവിന്റെ പേരെന്താണ്? നാക്ക് വടിച്ചിട്ടുള്ള ആർക്ക് വേണേലും പറയാം. എന്തുവാ? തുടങ്ങുന്നത് എന്നേലാണ്. പക്ഷെ സാറന്മാര് പറയില്ലേ, നെബൂഖദ്നേസർ രാജാവ്. കേട്ടിട്ടില്ലേ? എന്നെ പാടല്ലേ. നമ്മുടെ വറീസുറീസുകാരൊക്കെ പറയുവാണെങ്കിൽ ഭയങ്കര കട്ടില് പറയും, നെബൂഖദ്നേസർ രാജാവ്. അപ്പൊ ഈ നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെയും കൂടെ ഉണ്ടായിരുന്ന 3 ചെറുപ്പക്കാരും വേറെ കുറച്ചുപേരുണ്ട്, ഇവരെല്ലാം പിടിച്ചോണ്ട് പോയി. അവിടെ ചെന്നിട്ട് രാജാവിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. രാജാവ് നല്ലൊരു ഇമേജ് അങ്ങോട്ട് ഇട്ടു ഫേസ്ബുക്കിൽ. എന്നിട്ട് പറഞ്ഞു, എല്ലാരും ഇത് ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞല്ലേ, പട്ട ലൈക്കായിരുന്നു. എല്ലാരും കയറി അങ്ങ് ലൈക്ക് ചെയ്തു. 4 പേര് മാത്രം ഡിസ്ലൈക്ക് ചെയ്തു. ആരൊക്കെയാ? ദാനിയേലും കൂട്ടുകാരും. അവരെങ്ങനെ അത് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടായത്? 2 കാരണമുണ്ട്. ഒന്ന്, ദാനിയേലിനെയും കൂട്ടുകാരെയും രാജാവ് പിടിച്ചുകൊണ്ടുപോയി ഹോസ്റ്റലിലാക്കി കഴിഞ്ഞു. ബുധനാഴ്ച രാവിലെ വന്നപ്പോ ദാനിയേലിന്റെ ഹോസ്റ്റലിന്റെ വാർഡൻ പറഞ്ഞു, ദാനിയേലേ, പിള്ളാരെ, ഇന്ന് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയാണ്. കൊട്ടാരത്തിൽ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ ദാനിയേലും കൂട്ടുകാരും പറഞ്ഞു, രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും രാജാവിന്റെ പാനീയം കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കില്ല. നിങ്ങൾ ഇനിയും കുറച്ചു നാൾ കഴിഞ്ഞ് പഠിച്ച് വലുതായി നേഴ്സിങ്ങിന് പോവും, എഞ്ചിനീയറിങ്ങിന് പോവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിദേശത്ത് പോവായിരിക്കും, ഇല്ലേ? അവിടെ ഒക്കെ പോകുമ്പോൾ ഈ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ വരുമ്പോൾ രാവിലെ ഹോസ്റ്റലിൽ വാർഡൻ പറയും, ഇന്ന് വൈകിട്ട് ചപ്പാത്തിയും ചിക്കനുമാണ്, ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ്. അപ്പൊ നിങ്ങൾ എന്നാ പറയും? ഓ സാരമില്ല, വല്ലപ്പോഴും ഒരു ഇച്ചിരി ചിക്കൻ, അങ്ങനെ പറയൂ? ഇല്ല. ഈ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഈ പിള്ളേർ ഉറപ്പായിട്ടും പറയും, ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോയമ്പെടുക്കണം. അത് മാത്രം പോരാ, ദാനിയേൽ ദിവസേന 3 പ്രാവശ്യം യെരൂശലേമിനെ നോക്കി കുമ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ദാനിയേൽ പഠിപ്പിക്കുന്ന പാഠം കുമ്പിട്ട് നമസ്കരിക്കണം. ഇതാണ് 4-ാമത്തെ കാര്യം. അബ്രഹാം പഠിപ്പിച്ച പാഠം ഉപവസിക്കണം. യോന പഠിപ്പിച്ച പാഠം വേദപുസ്തകം വായിക്കണം. ലോത്ത് പഠിപ്പിച്ച പാഠം പാപം വിട്ട് അനുതപിക്കണം. ദാനിയേൽ പഠിപ്പിക്കുന്ന പാഠം കുമ്പിട്ട് പ്രാർത്ഥിക്കണം. 5-ാമത്തെ കഥ പറയാം. കഥ പറഞ്ഞ് നിർത്താം. ഒരാള് യാത്ര പോവാണ്. പോകുന്ന വഴിക്ക് അയാളുടെ കഴുത അയാളുടെ കൂടെയുണ്ട്. പഴയ കഥകളാണ്. അപ്പൊ ഈ കഴുതയും ഇയാളും കൂടി ഇങ്ങനെ യാത്ര പോകുന്ന വഴിക്ക് അയാളുടെ കാലൊരു കല്ലിൽ തട്ടി. അപ്പൊ ആ കല്ലിൽ തട്ടിയപ്പോൾ അയാൾക്ക് കാല് വേദനിച്ചെങ്കിലും അയാൾ ആ കല്ലേ നോക്കിയപ്പോൾ നല്ല തിളക്കമുള്ള കല്ലാണ്.
ആ തിളക്കമൊക്കെ കണ്ട അയാൾ ആ കല്ലെടുത്ത് ഒരു ചരടിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി ആ കഴുതയുടെ കഴുത്തേലോട്ട് അങ്ങിട്ടു. കഴുതയ്ക്ക് ഒരു മാലയൊക്കെ. അപ്പൊ ഇങ്ങനെ ഈ മാലയിട്ട കഴുതയും ഇയാളും കൂടി ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് അയാൾക്ക് ദാഹിച്ചു. അയാൾ ഒരു ചെറിയ ഡാബയിൽ ചെറിയൊരു കടയിൽ കയറി ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. അയാൾ ചായ കുടിക്കാൻ കടയിൽ കയറിയപ്പോൾ കടയിൽ ചായ കുടിക്കാനിരുന്ന് വേറൊരാൾ വളരെ ശ്രദ്ധയോടെ ഈ കഴുതയെ നോക്കുന്നുണ്ട്. കഴുതയല്ല, കഴുതയുടെ കഴുത കിടക്കുന്ന കല്ല്. അയാൾ ശരിക്കും പറഞ്ഞ ഒരു രത്നവ്യാപാരിയായിരുന്നു. അയാൾക്ക് മനസ്സിലായി ആ കഴുതയുടെ കഴുത്തെ കിടക്കുന്നത് ഒരു നല്ല രത്നമാണ്. അപ്പൊ അയാൾക്കത് ചുളു വിലയ്ക്ക് അടിച്ചു മാറ്റാന്ന് വിചാരിച്ച് അയാൾ ഈ പാവപ്പെട്ട യാത്രക്കാരനോട് ചോദിച്ചു, ആ കല്ല് ഒരു 50 രൂപയ്ക്ക് ഇങ്ങ് തരാമോ എന്ന് ചോദിച്ചു. ആ കല്ല് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ പോയ വഴിക്ക് എൻ്റെ കാലൊന്ന് കല്ലിൽ തട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കല്ലാണ്, നല്ല തിളക്കമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ അത് കഴുതയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അയാൾ ചോദിച്ചു, എന്നാൽ 50 രൂപയ്ക്ക് എനിക്ക് വന്നേക്കാവോ, വെറുതെ കിട്ടിയല്ലേ. അപ്പൊ ഈ യാത്രക്കാരൻ വിചാരിച്ച് 50 രൂപയ്ക്ക് കൊടുക്കണ്ട, 100 രൂപയ്ക്ക് കൊടുക്കാം, 100 രൂപയ്ക്കാണ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, 50 രൂപയ്ക്ക് പോലും ഇല്ല, പിന്നെ ആ തിളക്കമൊക്കെ കണ്ടുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ നീ രത്ന വ്യാപാരി പറഞ്ഞു. ഇയാൾ കൊടുത്തില്ല. ഇയാൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴുതയുമായിട്ട് ഇറങ്ങി. ഇവർ മുന്നോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഈ മനുഷ്യൻ പുറകെ വരുന്നുണ്ട്. ഇയാൾ എവിടെങ്കിലും വെച്ച് ഈ കല്ല് വാങ്ങിക്കണം, പുറകെ വരുന്നുണ്ട്. പക്ഷേ ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് വേറൊരു രത്ന വ്യാപാരി എതിരെ വരുന്നത് കണ്ടു. അയാളും ചോദിച്ചു, ഈ കല്ല് എവിടുന്ന് കിട്ടിയ? അയാൾ പറഞ്ഞു, ഇങ്ങനെ കാല് തട്ടിയപ്പോൾ കിട്ടിയതാ, തിളക്കമുള്ളതുകൊണ്ട് എടുത്താണ്. നിങ്ങളിത് എത്ര രൂപയ്ക്ക് കൊടുക്കും? 100 രൂപയ്ക്കാണ് തരാം, ഒറ്റ വിലയുള്ളെന്ന് പറഞ്ഞു. ഓ, 100 രൂപ അയാൾ എടുത്തു കൊടുത്തു. അയാൾ ആ കല്ലുമായിട്ട് പോയപ്പോഴേക്ക് ഈ ആദ്യം ചോദിച്ച രത്ന വ്യാപാരി ഓടി വന്നിട്ട് പറയാണ്, നിങ്ങളെന്നാ മണ്ടനാടാ പോയി, നിങ്ങളെന്നെ മണ്ടനാ. അതിന് ആ കല്ലിന് എന്തോ വിലയുള്ളതെന്നറിയാവോ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കല്ലാണ് നിങ്ങളൊരു 100 രൂപയ്ക്ക് അയാൾക്ക് കൊടുത്തത്. അപ്പൊ ഈ സഞ്ചാരി പറയാണ്, ഞാൻ മണ്ടനാ ശരിയാ, നിങ്ങൾ അതിലും എന്നാ മണ്ടനാടാ പോയി, എനിക്കിതിന്റെ വില അറിയത്തില്ലായിരുന്നു, നിങ്ങൾക്കിതിന്റെ വില അറിയായിരുന്നു. നിങ്ങൾക്കിതിന്റെ വില അറിയാമായിരുന്നിട്ടും നിങ്ങളിത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഉണ്ടറിവെന്നാൽ ഒന്നും ചെയ്യാത്ത ഞങ്ങളെ അയ്യോ ശിക്ഷിക്കരുത് എന്നൊരു പാട്ടുണ്ട്. നോയമ്പെടുക്കണം, ഉപവസിക്കണം, വേദപുസ്തകം വായിക്കണം, കുമ്പിട്ട് നമസ്കരിക്കണം. ഈ കാര്യങ്ങളിലൂടെയുള്ള ഒരു ജീവിത ശൈലി ഈ ലോകം തരുന്ന സുഖാനുഭവങ്ങൾക്കപ്പുറത്ത് മറ്റൊരു ആനന്ദാനുഭൂതി നമുക്ക് നൽകുമെന്ന് നമ്മുടെ ഭാഗ്യവാന്മാരായ പിതാക്കന്മാർ അവരുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് വിറക് വെട്ടുകാരൻ്റെ സന്ദേഹം പോലെ ഒന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതിനപ്പുറത്ത്, ഈ ലോകം തരുന്നതിനപ്പുറത്ത് എന്തോ ഒന്നുണ്ട്. അത് തേടാനുള്ള വഴിയാണ് നോമ്പിൻ്റെ വഴി, ഉപവാസത്തിൻ്റെ വഴി, വേദപുസ്തക വായനയുടെ വഴി, ദണ്ഡ നമസ്കാരത്തിൻ്റെ വഴി എന്നുള്ളത് കൃത്യമായി ഓർമ്മയിൽ ഉണ്ടാവണം. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 5 കഥകളും പറഞ്ഞു, 4 കാര്യങ്ങളും പറഞ്ഞു. വേദപുസ്തകത്തിലെ ഏത് ഭാഗമാണ് വായിക്കണമെന്ന് പറഞ്ഞത്? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 14 വരെ. നിങ്ങളെല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്ക് ഹൃദയപൂർവമായ നന്ദി. താങ്ക് യു.